അജ്മൽ പാലക്കാട് സാജിദ് പാലക്കാടത്തെ ഫൈനൽ അപ്ഡേറ്റ്. നിലവിൽ 23 സീറ്റുമായി BJP മുന്നിട്ട് നിൽക്കുകയാണ്. കേവല ഭൂരിപക്ഷത്തിന് 4 സീറ്റുകൾ മാത്രമാണ് അവർക്ക് വേണ്ടത്. 5 വാർഡുകളാണ് ഇനി എണ്ണാനുള്ളത്. അതിൽ 4 വാർഡുകൾ നേടിക്കഴിഞ്ഞാൽ BJP ഇവിടെ ഭരണം ഉറപ്പിക്കും. ഇല്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി നിൽക്കും. BJPയുടെ ഭരണം താഴെ ഇറക്കാൻ ഈ UDF-ന് വേണമെങ്കിൽ സഹായിക്കുമെന്ന് നേരത്തെ LDF പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്ത വാർഡിലെ റിസൾട്ട് വന്നിരിക്കുന്നു. ഇവിടെ UDF സ്ഥാനാർത്ഥിയായ കോൺഗ്രസിന്റെ പ്രക്ഷോഭ് 8 വോട്ടിന് വിജയിച്ചിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ വന്ന് വോട്ട് ചെയ്തതിന് അദ്ദേഹത്തിന് ഗുണമുണ്ടായിരിക്കുന്നു. 8 വോട്ടിന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ വാർഡിൽ നിന്നും പ്രക്ഷോഭ് എന്ന കോൺഗ്രസ് സ്ഥാനാർത്ഥി വിജയിച്ചു. ശരി, അതായത് ഇനിയൊരു മാറ്റം ഉണ്ടാവില്ല സാജിദ്, എങ്ങനെയാണോ? BJP തന്നെ തുടരുമോ? BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടുമോ ഇല്ലയോ എന്നാണ് അറിയേണ്ടത്. 4 സീറ്റ് കൂടി ലഭിച്ചാലാണ് കേവല ഭൂരിപക്ഷം ലഭിക്കുക. ഇനി എണ്ണാനുള്ളത് 5 വാർഡുകളാണ്. ഈ 5 വാർഡുകളിൽ ഈ BJPക്ക് ശക്തിയുള്ളതും UDF-നും LDF-നും ശക്തിയുള്ള വാർഡുകളുണ്ട്. എന്തായാലും BJP കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തില്ല എന്ന് തന്നെ നമുക്കിപ്പോൾ പറയാം. അവർ ഈ കേവല ഭൂരിപക്ഷത്തിന് തൊട്ട് മുൻപായി 27 സീറ്റ് എന്നുള്ളത് ഒരു പക്ഷേ 25-ലെല്ലാം നിൽക്കാം, 24-ലോ 25-ലോ നിൽക്കാനുള്ള സാധ്യതയാണ് നമ്മൾ അവിടുത്തെ ഫലം നോക്കുമ്പോൾ. സനൂപ് തിരുവനന്തപുരത്ത്. സനൂപ്, എന്താണ് നമുക്ക് ഒഫീഷ്യലി ഡിക്ലെയർ ആയിട്ടുള്ള സംഗതികൾ പറയാമോ? ഈ വിജയിച്ച വാർഡുകളുടെ എണ്ണത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഗ്രാമപഞ്ചായത്തിൽ 2009 വാർഡുകളിൽ UDF വിജയിച്ചിട്ടുണ്ട്. 1587 ഗ്രാമപഞ്ചായത്ത് വാർഡുകളിൽ LDF-ഉം ജയിച്ചു. 368 വാർഡുകളിൽ BJP-യും ജയിച്ചിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലാണെങ്കിൽ 63 വാർഡുകളിൽ UDF ജയിച്ചിട്ടുള്ള 55 വാർഡിൽ മാത്രമാണ് LDF ജയിച്ചിട്ടുള്ളത്. ജില്ലാ പഞ്ചായത്തിന്റെ ഒരു കണക്കുകൾ വന്നിട്ടില്ല, ലഭ്യമായിട്ടില്ല. മുനിസിപ്പാലിറ്റികളാണ് വലിയ ഒരു മുന്നേറ്റം UDF-ന് കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. 1322 വാർഡുകളിൽ UDF മുനിസിപ്പാലിറ്റികളിൽ വിജയിച്ചിട്ടുണ്ട്. 954 വാർഡുകളിലാണ് LDF വിജയിച്ചത്. 293 വാർഡുകളിൽ ജയിക്കാൻ BJP-ക്കും കഴിഞ്ഞിട്ടുണ്ട്. കോർപ്പറേഷനിലാണെങ്കിൽ ഫലം വന്ന പ്രകാരം 91 ഇടത്ത് മാധ്യമങ്ങളെ കാണുന്നു. വിജയം UDF-ന് സമ്മാനിച്ചതിന് കേരളത്തിലെ മുഴുവൻ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കും ഞാൻ നന്ദി പറയുകയാണ്. വളരെ നല്ല വിജയമാണ് ഉണ്ടായിട്ടുള്ളത്. നമ്മുടെ പ്രതീക്ഷകൾക്കെല്ലാം അപ്പുറത്തുള്ള ഒരു വിജയമാണ് ഇപ്പോൾ ഈ ത്രിതല പഞ്ചായത്ത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ നമുക്ക് ഉണ്ടാക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഈ ജനവിധി എന്നുള്ളത് അത് നേരിട്ട് പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അതായത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിലേക്ക് അവിടെ ഒരു അധികാര കൈമാറ്റം അനിവാര്യമാണ് എന്നതാണ് ഈ വിധി സൂചിപ്പിക്കുന്നത്. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF-ന്റെ ഭരണമാണ് കേരളത്തിൽ ഉണ്ടാകാൻ പോവുക. അത് ജനങ്ങൾ അംഗീകരിച്ചിരിക്കുന്നു. ജനങ്ങൾ അത് ഞങ്ങൾക്ക് ഏൽപ്പിച്ചു തന്നിരിക്കുകയാണ് UDF-ന്. ശരിക്കും ഒരു തരംഗമുണ്ട്, അത് UDF ആദ്യം അങ്ങനെ ഫീൽ ചെയ്തിരുന്നു. തീർച്ചയായും ഈ കഴിഞ്ഞ കുറെ കാലമായി കേരള ഭരണത്തോടുള്ള ജനങ്ങളുടെ എതിർപ്പ് വളരെ പ്രകടമായിരുന്നു. ജനവിരുദ്ധ വികാരം ആഞ്ഞടിച്ചിരുന്നു എന്ന് തന്നെ പറയാം. അതാണ് പറയുന്നത്. പിന്നെ ഗവൺമെന്റിലുള്ള വിശ്വാസം ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടു എന്ന് വളരെ മുമ്പ് തന്നെ എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിരുന്നു. അതിപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചു. ജനങ്ങളുടെ വിധേയത്വം അതിന് അനുകൂലമായി മാറിയിരിക്കുകയാണ്. ഒരു ജനവിരുദ്ധ വികാരം തന്നെയാണ് ഇവിടെ അരയടിച്ചിട്ടുള്ളത്. എടുത്തുപോലെ മലപ്പുറം തൂത്തുവാരി UDF ജില്ലാ പഞ്ചായത്ത് ബ്ലോക്കും ഗ്രാമവും. അതെ, മലപ്പുറത്ത് അഭൂതപൂർവമായിട്ടുള്ള വിജയമാണ്. ചരിത്രത്തിൽ ഇല്ലാത്ത വിജയമാണ് മലപ്പുറത്ത് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം മലപ്പുറത്ത് മാത്രമല്ല ഏതാണ്ട് ഗ്രാമപഞ്ചായത്തുകളിലും ഭൂരിപക്ഷവും UDF-ആണ് നേടിയിട്ടുള്ളത്. ഇതൊക്കെ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമാണ്. പഞ്ചായത്തുകൾ ഉണ്ടായതിനു ശേഷം തന്നെ എനിക്ക് തോന്നുന്നത് ആദ്യമായിട്ടായിരിക്കും UDF ഇത്രയേറെ പഞ്ചായത്തുകളിൽ ഒന്നിച്ച് അധികാരത്തിൽ വരുന്നത്. അതുപോലെ തന്നെ ജില്ലാ പഞ്ചായത്തുകളിലും വിവിധ ജില്ലകളിൽ UDF നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട്. കോർപ്പറേഷനുകൾ നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട്. ഇത് നിയമസഭയിലേക്കുള്ള ഒരു തങ്ങൾ പറഞ്ഞല്ലോ ഇതിന്റെ ഇമ്പാക്ട് എന്ന് പറഞ്ഞത് കേരള ഭരണം UDF തിരിച്ചുപിടിക്കും എന്നുള്ളത് അർത്ഥസംഖ്യക്കിടയില്ലാത്ത വിധം സെയ്ദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കും, അടുത്ത തെരഞ്ഞെടുപ്പ് ജയിക്കും എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിരുന്നു. അത് അക്ഷരാർത്ഥത്തിൽ ഇവിടെ വന്നിരിക്കുകയാണ്. മാത്രമല്ല കേരള ചരിത്രത്തിൽ
ഒരുപക്ഷെ അപൂർവമായി കണ്ട ഒരു വലിയ അഭൂതപൂർവമായ ജയം തന്നെയാണ് ഈ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഈ നിൽക്കുന്ന വാർഡ് പാണക്കാട് വാർഡാണ്. ഇവിടെയൊക്കെ വമ്പിച്ച ഭൂരിപക്ഷമാണ്. പക്ഷേ കേരളത്തിൽ ആവശ്യമില്ലാതെ വർത്തമാനം പറയുന്ന ഒരുപാട് നമ്മളെ അന്തരീക്ഷം വരുന്ന നമുക്ക് പലരുടെയും വാർഡുകളൊന്ന് നോക്കിയാൽ മതി. വലിയ തിരിച്ചടി അവിടെ ഒക്കെ ഉണ്ടായിരിക്കുകയാണ്. അപ്പോൾ കേരള ജനത ആവശ്യമില്ലാത്ത വർത്തമാനങ്ങളൊന്നും ഉൾക്കൊള്ളുന്നില്ല. മതേതര കാഴ്ചപ്പാടിൻ്റെ കൂടെയാണ് എന്നാണ് ഈ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത്. ഒരുപാട് സ്ഥലത്ത് കാണാം. ഈരാറ്റുപേട്ടയിൽ ഡയറക്റ്റായിട്ട് ഞങ്ങൾ അവിടെയുള്ള എതിർവശത്ത് ആരാൻ നോക്കിയാൽ മതി. വർഗീയതയെ ഒരിക്കലും കേരളം അനുകൂലിക്കുന്നില്ല. അത് തെളിയിക്കുന്ന ഒരു സംഭവമാണ് ഇന്നിപ്പോൾ ഇരുന്നുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സംതൃപ്തിയോടുകൂടി നിങ്ങൾക്ക് പറയാനുള്ളത്. അതും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇഷ്ടംപോലെ വെട്ടിമുറിച്ച വാർഡുകൾ കാസർഗോഡ് ജില്ലാ പഞ്ചായത്തിലൊക്കെ അങ്ങ് വെട്ടിമുറിച്ചിരിക്കുകയായിരുന്നു. ഗ്രാമപഞ്ചായത്തിൽ പറയും വേണ്ട, അവരുടെ ഇഷ്ടത്തിന് വെട്ടിമുറിച്ച വാർഡുകൾ ഉണ്ടായിട്ടുമാണ് ഈ തൂത്തുവാരൽ. അപ്പോൾ ഒരു നിഷ്പക്ഷമായ തെരഞ്ഞെടുപ്പായിരുന്നു, വാർഡ് വിഭജനമായിരുന്നു, എന്തുണ്ടാവും അത് ആലോചിക്കാവുന്നേ ഉള്ളൂ. പല മുനിസിപ്പാലിറ്റികളിലും ഗ്രാമപഞ്ചായത്തിലും ഒന്നും ഇടതുപക്ഷത്തിന് അംഗങ്ങളില്ല. കണ്ണൂരിലും മലപ്പുറത്തും ഒക്കെ ഉദാഹരണങ്ങൾ പറയാം, അംഗങ്ങളില്ല. അതാണ് ഈ തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ ഒരുപക്ഷെ NDA ഏറ്റവും വലിയ ഒറ്റകക്ഷി ആയാൽ പോലും അവർക്ക് ഒറ്റയ്ക്ക് ഭരിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും. പക്ഷേ അതിനെ വേണമെങ്കിൽ UDF-നും LDF-നും വേണമെങ്കിൽ ഒന്നിച്ചു ചേർന്ന് എതിർക്കാൻ കഴിയും. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാവും. ഈ UDF ചേർന്ന് ആലോചിക്കേണ്ട വിഷയങ്ങളല്ലേ. ഒരു പാർട്ടിക്കും ഒറ്റക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ലല്ലോ. UDF തീരുമാനിക്കും അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ എങ്ങനെയോ വേണ്ടത്. ശരി, അട്ടിമറി വിജയങ്ങളും അട്ടിമറി തോൽവികളും ഒക്കെ സംഭവിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് കൂടിയാണ്.